റാമോജി റാവു ഫിലിം സിറ്റിയിലെ രണ്ടാമത്തെ വീഡിയോ ഉണ്ട് നമ്മളത്. കുറച്ച് ടൈമായി നമ്മൾ പോയെങ്കിലും അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാനുള്ള പരിപാടിയാണ്. ഒരു അഡൾട്ടിന് വന്നിട്ട് 1947 നമുക്ക് ചാർജ് അയക്കുന്നത്. ഈ റാമോജി റാവു ഫിലിം സിറ്റി എന്ന് പറയുന്നത് ഒരു 2000 ഏക്കറോളം വരും. ഹൈദരാബാദ് അല്ലെങ്കിൽ സെക്കന്ദരാബാദിൻ്റെ ഔട്ടർ എൻഡിലാണ് ഇത് വരുന്നത്. ടിക്കറ്റിങ് മറ്റു കാര്യങ്ങളുണ്ട്. നമുക്ക് ബസ് വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത യാത്ര അതെ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളത് ഈ ബസ്സിലാണ് യാത്ര. ബസ്സിൽ നിറഞ്ഞു കഴിയുമ്പോൾ അടുത്ത ബസ്സിൽ പോകാം. കാരണം 2000 ഏക്കറോളം ഈ സാധനം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നടന്നു പോക്കോ മറ്റുള്ള പരിപാടികളൊന്നും പോസിബിൾ അല്ല. അപ്പോൾ ഇവർ തന്നെ ഒരുപാട് ബസ് സർവീസ് ഇങ്ങനെ ഷട്ടിൽ ചെയ്തുകൊണ്ടിരിക്കോട്ടെ. ഇത് റാമോജി റാവുവിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് പോകുന്ന ബസ്സാണ്. അതിനുശേഷം ഇവർ നമുക്ക് ബസ്സിലൊരു ഗൈഡും മറ്റു കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. റാമോജി റാവു ഫിലിം സിറ്റിയുടെ ഉള്ളിൽ ഈ കാണുന്ന ടൂറിസ്റ്റുകളുടെ ആക്ടിവിറ്റി കൂടാതെ ഇവരൊരു കോർപ്പറേറ്റ് ഓഫീസ് ഉണ്ട്. പിന്നെ ഹൈദരാബാദിൽ തന്നെ ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു പത്രം ഇവരുടെയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു TV ചാനലും ഇവർക്കുണ്ട് കേട്ടോ. ഈ കാണുന്ന സ്ഥലത്ത് കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്. പിന്നെ അതിനുശേഷം ഈ കിടക്കുന്ന ബസ്സുകളിലാണ് നമ്മുടെ യാത്ര. ഇവിടെ നിന്നായിരിക്കും നമ്മൾ ചെറുതിലേ മുടങ്ങി കണ്ട പല മലയാള ചിത്രങ്ങളും പല ഹിന്ദി ചിത്രങ്ങളുടെയും ലൊക്കേഷനൊക്കെ സെറമണി നടക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവിടെ ഒരു ഓപ്പണിംഗ് സെറമണി അതുപോലെ തന്നെ ക്ലോസിംഗ് സെറമണി ആണെന്ന് ഒരാൾ പറഞ്ഞാട്ടാ. എന്തായാലും നമുക്ക് കാണാം അത് എങ്ങനെയാവുന്നു ആയിരിക്കും ഈ ഒരു ഷീറ്റിൻ്റെ താഴെ. അപ്പം അതുകൊണ്ട് അത് കൂളാക്കാൻ സ്പ്രേ ചെയ്യണ പരിപാടിയാണ്ടാ മൊത്തത്തിൽ. അങ്ങനെ ഓപ്പൺ സെറമണിക്ക് നമ്മൾ നിൽക്കുന്ന കാഴ്ചയായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിവിടെയാണ് ഈ ഓപ്പൺ സെറമണി നടക്കുന്നത്. ഇതിന് ശേഷമായിരിക്കും നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് കേട്ടോ. ഈ ഓപ്പൺ സെറമണിക്ക് ശേഷമായിരിക്കും നമ്മൾ ആ ബസ്സുകളിൽ കയറിയിട്ട് ഓരോരോ ലൊക്കേഷനിലേക്ക് പോകുന്നത് കേട്ടോ, കാഴ്ചകൾ കാണാനായിട്ട്. പറയണ്ട ഫാൻസിനോട് വെൽക്കം ഡാൻസ് ആണ് നടക്കുന്നത്. ഇനി അടുത്തൊരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. അതിനുശേഷമാണ് ഓരോരോ സ്ഥലങ്ങളിലേക്കും പോകുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എൻ്റെ ഒപ്പം വന്ന ആളെ കാണുന്നില്ല കേട്ടോ. അവന്മാരെവിടെ പോയിന്നാവും. നല്ല നല്ല അടിപൊളി